ചട്ടമ്പി സ്വാമികൾ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എന്നാണ്? ഉത്തരം 1853 ഓഗസ്റ്റ് 25. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലുള്ള കൊല്ലൂർ വീട്ടിൽ ഐരൂർ കുടുംബം വാസുദേവൻ ഇളയതിന്റെയും നങ്ങമ്മയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. കുഞ്ഞൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ചോദ്യം 2. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം അയ്യപ്പൻ. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചെറുപ്പത്തിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ കുഞ്ഞൻ എന്നും വിളിച്ചിരുന്നു. ചോദ്യം 3. ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേരെന്താണ്? ഉത്തരം വാസുദേവ ശർമ്മ. ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ എന്നും മാതാവിന്റെ പേര് നങ്ങി അമ്മ എന്നുമാണ്. ചോദ്യം 4. ചട്ടമ്പി എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം പഠനകാലത്ത് ക്ലാസ്സിലെ മോണിറ്റർ അഥവാ ചട്ടമ്പി ആയിരുന്നതിനാൽ. ചോദ്യം 5. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു ആരായിരുന്നു? ഉത്തരം പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചോദ്യം 6. ചട്ടമ്പി സ്വാമികൾ ഹഠയോഗവിദ്യ അഭ്യസിച്ചത് ആരിൽ നിന്നാണ്? ഉത്തരം തൈക്കാട് അയ്യ സ്വാമികളിൽ നിന്ന്. ചോദ്യം 7. ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയതാര്? ഉത്തരം തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും യോഗാഭ്യാസവും തമിഴ് വേദാന്ത ശാസ്ത്രങ്ങളും അഭ്യസിച്ചത്. സുബ്രഹ്മണ്യ ഭക്തനായിരുന്ന അയ്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ ആത്മീയ കഴിവുകൾ തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തിന് ഷൺമുഖദാസൻ സുബ്രഹ്മണ്യന്റെ ദാസൻ എന്ന പേര് നൽകിയത്. ചോദ്യം 8. ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പ്രധാന പേരെന്താണ്? ഉത്തരം ശ്രീ വിദ്യാധിരാജ പരമ ഭട്ടാരക ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ അപാരമായ പാണ്ഡിത്യവും വിജ്ഞാനവും മുൻനിർത്തിയാണ് ആത്മീയ ലോകത്തും അനുയായികൾക്കിടയിലും ഈ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അയ്യൻകാളി അദ്ദേഹത്തെ ശ്രീ വിദ്യാധിരാജൻ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം 9. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭാഷ, വ്യാകരണം, സംഗീതം, യോഗ, ആയോധനകല തുടങ്ങിയ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഗാധമായ പാണ്ഡിത്യമാണ് ഈ പേര് ലഭിക്കാൻ കാരണം. ചോദ്യം 10. കാവിയും കമണ്ഡലുവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ബാഹ്യമായ അടയാളങ്ങളോ വേഷവിധാനങ്ങളോ സന്യാസത്തിന് അത്യന്താപേക്ഷിതമല്ലെന്ന് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പകർത്തിക്കാട്ടുകയും ചെയ്തതിനാലാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 11. കഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. പരമ്പരാഗത സന്യാസിമാർ ധരിക്കുന്ന കാവ്യവസ്ത്രമോ കാഷായ വസ്ത്രമോ ധരിക്കാതെ സാധാരണക്കാരെപ്പോലെ വെള്ളവസ്ത്രം ധരിച്ച് സന്യാസജീവിതം നയിച്ചതിനാലാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 12. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചതായി പറയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം വടിവീശ്വരം. ചട്ടമ്പി സ്വാമികൾക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള വടിവീശ്വരം എന്ന സ്ഥലത്തുവെച്ചാണ് ജ്ഞാനോദയം ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ യാത്രയിലും ഉപനിഷത്ത് വേദാന്ത പഠനങ്ങളിലും നിർണായക പങ്കുവഹിച്ച സ്ഥലങ്ങളിലൊന്നാണിത്. ചോദ്യം 13. ചട്ടമ്പി സ്വാമികളുടെ സമാധി എവിടെയാണ്? ഉത്തരം പന്മന, കൊല്ലം. ചട്ടമ്പി സ്വാമികളുടെ സമാധി കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. പന്മന ആശ്രമം 1924 മെയ് 5-നാണ്. 1099 മേടം 23 അദ്ദേഹം അവിടെ വെച്ച് സമാധിയായത്. ചോദ്യം 14. ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമികളെ ബാലഭട്ടാരകൻ എന്നും അറിയപ്പെട്ടിരുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. മഹാദേവനാണ് ശിവൻ ഇവിടെ പ്രധാന പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവുമായുള്ള ബന്ധം. ചോദ്യം 15. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഉത്തരം ആത്മീയ സഹയാത്രികരും പരസ്പരം ആദരിച്ച നവോത്ഥാന നായകരുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിനേക്കാൾ പ്രായത്തിൽ മുതിർന്ന ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിന്റെ വഴികാട്ടിയും ആത്മീയ സുഹൃത്തുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യാവു ശാസ്ത്രികളിൽ നിന്ന് യോഗാഭ്യാസവും സംസ്കൃതവും പഠിക്കാൻ അവസരമൊരുക്കിയത് ചട്ടമ്പി സ്വാമികളാണ്. രണ്ടാളും ഒന്നിച്ച് സഞ്ചരിക്കുകയും ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു.
മരുത്വമലയിൽ ധ്യാനത്തിൽ കഴിയാൻ ഗുരുവിന് പ്രേരണയായതും ചട്ടമ്പി സ്വാമികളാണ്. ഞാൻ തിരി കൊളുത്തി, ഗുരു വിളക്ക് കത്തിച്ചു എന്ന് ചട്ടമ്പി സ്വാമികളും, ചട്ടമ്പി സ്വാമികൾ എനിക്ക് വഴികാട്ടിയായ മഹാനാണ് എന്ന് ശ്രീനാരായണ ഗുരുവും പരസ്പരം പുകഴ്ത്തിപ്പറഞ്ഞിട്ടുണ്ട്. ചോദ്യം 16. ചട്ടമ്പി സ്വാമികളുടെ സമാധിക്കുശേഷം അന്ത്യാഞ്ജലി അർപ്പിച്ച മഹാത്മാവ് ആര്? ഉത്തരം: ശ്രീനാരായണ ഗുരു. സ്വാമികളുടെ സമാധി വാർത്തയറിഞ്ഞ് ശ്രീനാരായണ ഗുരു പന്മനയിലെത്തുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. തന്റെ ആത്മീയ സഹയാത്രികന്റെ വേർപാടിൽ നൊമ്പരപ്പെട്ട ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി നവമഞ്ജരി എന്ന പേരിലുള്ള ചരമശ്ലോകങ്ങൾ രചിക്കുകയുണ്ടായി. ചോദ്യം 17. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ ശ്രീനാരായണ ഗുരു അന്ത്യാഞ്ജലി അർപ്പിച്ചത് എങ്ങനെ? ഉത്തരം: 8 വരിയുള്ള സംസ്കൃത ശ്ലോകത്തിലൂടെ. 1924-ൽ ചട്ടമ്പി സ്വാമികൾ പന്മനയിൽ വെച്ച് സമാധിയായപ്പോൾ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി സമാധി ശ്ലോകം എന്ന പേരിൽ 8 വരികളുള്ള 8 ശ്ലോകങ്ങൾ അഥവാ പദ്യങ്ങൾ ഒരു സംസ്കൃത കൃതി രചിക്കുകയുണ്ടായി. ചട്ടമ്പി സ്വാമികളുടെ മഹത്വത്തെയും അറിവിനെയും പ്രകീർത്തിക്കുന്നതായിരുന്നു ഈ വരികൾ. സർവജ്ഞനായ മഹാമുനി എന്നാണ് ഗുരു തന്റെ സഖാവും വഴികാട്ടിയുമായിരുന്ന ചട്ടമ്പി സ്വാമികളെ ഇതിൽ വിശേഷിപ്പിച്ചത്. നവമഞ്ജരി എന്നാണ് ഈ കൃതിയുടെ പേര്. എന്നാൽ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണവേളയിൽ രചിച്ചതായതിനാൽ ഇത് പൊതുവെ സമാധി ശ്ലോകം എന്ന് വിളിക്കപ്പെടുന്നു. ചോദ്യം 18. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ച പ്രധാന വിശേഷണങ്ങളിൽ ഒന്ന് ഏത്? ഉത്തരം: സർവജ്ഞൻ, ഋഷി, സദ്ഗുരു, പരിപൂർണ കലാനിധി, മഹാപ്രഭു, സ്വാമി. ചട്ടമ്പി സ്വാമികളുടെ സമാധിവേളയിൽ ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി എന്ന സംസ്കൃത കൃതിയിലും മറ്റ് സന്ദർഭങ്ങളിലുമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പ്രധാന പദങ്ങളാണിവ. സ്വാമി വിവേകാനന്ദനുമായുള്ള ബന്ധം. ചോദ്യം 19. ചട്ടമ്പി സ്വാമികളുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രശസ്ത സന്യാസി ആര്? ഉത്തരം: സ്വാമി വിവേകാനന്ദൻ. 1892 ഡിസംബറിൽ എറണാകുളത്ത് പൊന്നാനി കാളിയാമ്പൽ തൈക്കാട്ട് അയ്യാവിന്റെ ശിഷ്യനായ മനോന്മണിയും സുന്ദരം പിള്ളയുടെ വീട്ടിൽ വെച്ചാണ് ഈ ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ച നടന്നത്. മുദ്രകളെക്കുറിച്ചും ചിന്മയമുദ്ര, യോഗവിദ്യകളെക്കുറിച്ചും വേദാന്ത തത്വങ്ങളെക്കുറിച്ചും ഇരുവരും വിശദമായി സംസാരിച്ചു. ചട്ടമ്പി സ്വാമികളുടെ അപാരമായ ജ്ഞാനവും യോഗസിദ്ധിയും കണ്ട് സ്വാമി വിവേകാനന്ദൻ അതീവ പ്രീതനായി. മലബാറിൽ വെച്ച് താൻ കണ്ടുമുട്ടിയ യഥാർത്ഥ മലബാർ കേളികേട്ട മനുഷ്യൻ, ദ റിയൽ മാൻ ഐ മെറ്റ് ഇൻ മലബാർ എന്ന് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിക്കുകയുണ്ടായി. ചോദ്യം 20. ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദന് വിശദീകരിച്ച പ്രധാന വിഷയം എന്തായിരുന്നു? ഉത്തരം: ചിന്മുദ്രയുടെ തത്വം. സംസ്കൃത ഭാഷയിലാണ് ഇരുവരും സംഭാഷണം നടത്തിയത്. ചട്ടമ്പി സ്വാമികളുടെ അഗാധമായ വേദാന്തജ്ഞാനവും യോഗവിദ്യയിലുള്ള അറിവും സ്വാമി വിവേകാനന്ദനെ ഏറെ ആശ്ചര്യപ്പെടുത്തി. ചോദ്യം 21. ചട്ടമ്പി സ്വാമികളിൽ നിന്ന് വിവേകാനന്ദന് ലഭിച്ച പ്രധാന വിശദീകരണം ഏത് ഉപനിഷത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഉത്തരം: ബൃഹദാരണ്യക ഉപനിഷത്ത്. 1892-ൽ എറണാകുളത്തു വെച്ച് നടന്ന ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ചയിൽ ബൃഹദാരണ്യക ഉപനിഷത്തിലെ പഴയൊരു വ്യാഖ്യാനഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ ആത്മീയവും തത്വചിന്താപരവുമായ രഹസ്യം വിശദീകരിച്ചു കൊടുത്തത്. കൃതികൾ. ചോദ്യം 22. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം: ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം 1921-ൽ പ്രസിദ്ധീകരിച്ചു. ബ്രാഹ്മണർക്ക് മാത്രമാണ് വേദം പഠിക്കാൻ അധികാരമുള്ളത് എന്ന തെറ്റായ ധാരണയെ തികച്ചും യുക്തിഭദ്രമായും പ്രമാണങ്ങൾ ഉദ്ധരിച്ചും ഖണ്ഡിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രന്ഥമാണിത്. ചോദ്യം 23. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ഉത്തരം: ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം 1913-ൽ എഴുതിയത്. പരശുരാമൻ കടലിൽ നിന്ന് മഴു എറിഞ്ഞു വീണ്ടെടുത്തതാണ് കേരളം എന്ന ഐതിഹ്യത്തെയും ബ്രാഹ്മണാധിപത്യത്തിന്റെ ചരിത്രപരമായ അവകാശവാദങ്ങളെയും യുക്തിയും ചരിത്രരേഖകളും ഉദ്ധരിച്ച് ഖണ്ഡിക്കുന്ന ഗ്രന്ഥമാണിത്. പ്രധാന കൃതികൾ. 1. വേദാധികാര നിരൂപണം. ജാതിഭേദമന്യേ ഏവർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന കൃതി. 2.
പ്രാചീന മലയാളം കേരള ചരിത്രത്തെക്കുറിച്ചും ബ്രാഹ്മണാധിപത്യത്തെക്കുറിച്ചുമുള്ള ഐതിഹ്യങ്ങളെ ഖണ്ഡിക്കുന്ന ഗവേഷണ ഗ്രന്ഥം. 3. അദ്വൈത ചിന്താപദ്ധതി അദ്വൈത തത്വചിന്തയെ ലളിതമായി വിശദീകരിക്കുന്ന ഗ്രന്ഥം. 4. ക്രിസ്തുമത നിരൂപണം ക്രിസ്തുമത സിദ്ധാന്തങ്ങളെയും പ്രചാരണങ്ങളെയും വിമർശനാത്മകമായി വിലയിരുത്തുന്നു. 5. ജീവിതകരുണാനിരൂപണം അഹിംസയുടെയും ജീവകാരുണ്യത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന കൃതി. 6. നിജാനന്ദവിലാസം ആത്മീയ തത്വചിന്തയും ചിന്മയമുദ്രയുടെ രഹസ്യങ്ങളും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം. 7. ശ്രീചക്രപൂജാകൽപ്പം താന്ത്രിക പൂജകളുമായി ബന്ധപ്പെട്ട കൃതി. 8. ചില പ്രാചീന മലയാള ഗ്രന്ഥങ്ങൾ പഴയകാല മലയാള സാഹിത്യത്തെക്കുറിച്ചുള്ള പഠനം. 9. തമിഴകം തമിഴ് ഭാഷയ്ക്കും സംസ്കാരത്തിനും കേരളവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നു. ആശയങ്ങളും സാമൂഹിക പരിഷ്കരണവും. ചോദ്യം 24. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ദാർശനിക നിലപാട് എന്തായിരുന്നു? ഉത്തരം അദ്വൈത ദർശനം. ചോദ്യം 25. ജാതിവ്യവസ്ഥയെക്കുറിച്ച് ചട്ടമ്പി സ്വാമികളുടെ നിലപാട് എന്തായിരുന്നു? ഉത്തരം ജാതിയുടെ പേരിലുള്ള വിവേചനത്തെയും അനീതിയെയും എതിർത്തു. ജനനമല്ല ഒരു വ്യക്തിയുടെ പ്രവൃത്തിയാണ് അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത് എന്ന് തന്റെ കൃതികളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം തെളിയിച്ചു. ചോദ്യം 26. സ്ത്രീകളുടെ സാമൂഹിക സ്ഥാനത്തെക്കുറിച്ച് ചട്ടമ്പി സ്വാമികളുടെ നിലപാട് എന്തായിരുന്നു? ഉത്തരം സ്ത്രീകൾക്ക് തുല്യമായ സാമൂഹിക സ്ഥാനവും സ്വാതന്ത്ര്യവും വേണമെന്ന് വാദിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. സ്ത്രീകൾ വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ സമൂഹം പുരോഗമിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പുരുഷന്മാർക്കുള്ള എല്ലാ സാമൂഹിക വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. പുരുഷന്മാരെപ്പോലെ തന്നെ സ്ത്രീകൾക്കും വേദങ്ങൾ പഠിക്കാനും ആത്മീയ തലത്തിലേക്ക് ഉയരാനും പൂർണ്ണ അവകാശമുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. ചോദ്യം 27. ചട്ടമ്പി സ്വാമികൾ പ്രോത്സാഹിപ്പിച്ച പ്രധാന ആശയങ്ങളിലൊന്ന് ഏത്? ഉത്തരം അഹിംസ. അഹിംസ എന്ന ആശയം കേവലം മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളോടും കാണിക്കേണ്ട ഒന്നാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മൃഗങ്ങളെ കൊല്ലുന്നതും മാംസാഹാരവും ഒഴിവാക്കണമെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. ജീവിതകാരുണ്യ നിരൂപണം ജീവജാലങ്ങളോടുള്ള ദയയുടെയും അഹിംസയുടെയും പ്രാധാന്യം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണിത്. അദ്വൈത ദർശനത്തിൽ ഊന്നിയുള്ള അഹിംസ ആശയമാണ് സ്വാമികൾ പ്രചരിപ്പിച്ചത്. ചോദ്യം 28. ചട്ടമ്പി സ്വാമികൾ പ്രോത്സാഹിപ്പിച്ച ജീവിതരീതി ഏത്? ഉത്തരം സസ്യാഹാരം. ചട്ടമ്പി സ്വാമികൾ അഹിംസാധിഷ്ഠിതമായ ജീവിതരീതിയെയാണ് പ്രോത്സാഹിപ്പിച്ചത്. എല്ലാ ജീവികളോടും ദയയും സ്നേഹവും കാണിക്കണമെന്നും ജീവകാരുണ്യം ഇതിന്റെ ഭാഗമായി സസ്യാഹാരം ശീലമാക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജീവിതകാരുണ്യ നിരൂപണം എന്ന കൃതിയിൽ അഹിംസയുടെയും സസ്യാഹാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ചോദ്യം 29. വിവിധ മതങ്ങളെക്കുറിച്ചുള്ള ചട്ടമ്പി സ്വാമികളുടെ നിലപാട് എന്തായിരുന്നു? ഉത്തരം വിവിധ മതങ്ങൾ ഒരേ പരമസത്യത്തിലേക്കുള്ള വ്യത്യസ്ത മാർഗങ്ങളാണെന്ന സമന്വയദർശനം. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെയും ജാതിവ്യവസ്ഥയെയും എതിർക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും സർവമത സമഭാവന വളർത്തിയെടുക്കാനും അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വേദാധികാര നിരൂപണം ക്രിസ്തുമതഛേദനം തുടങ്ങിയ കൃതികളിലും ചിന്തകളിലും ഈ സമന്വയദർശനം പ്രകടമാണ്. സ്റ്റാമ്പ്. ചോദ്യം 30. ചട്ടമ്പി സ്വാമികളുടെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? ഉത്തരം 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളുടെ ഓർമ്മയ്ക്കായി 5 രൂപ മുഖവിലയുള്ള സ്മരണാർത്ഥ തപാൽ സ്റ്റാമ്പ് കമ്മെമറേറ്റീവ് സ്റ്റാമ്പ് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ അന്നത്തെ ഉപരാഷ്ട്രപതി ഹമിദ് അൻസാരിയാണ് സ്റ്റാമ്പ് പ്രകാശനം ചെയ്തത്. ചോദ്യം 31. ചട്ടമ്പി സ്വാമികളുടെ സ്മരണയ്ക്കായി പന്മന ആശ്രമം സ്ഥാപിച്ച പ്രധാന വ്യക്തി ആര്? ഉത്തരം കുമ്പളത്ത് ശങ്കുപിള്ള. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനും പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയാണ് സ്വാമികളുടെ സ്മരണ നിലനിർത്തുന്നതിന് കൊല്ലം ജില്ലയിലെ പന്മനയിൽ ആശ്രമം സ്ഥാപിച്ചത്.
ചട്ടമ്പി സ്വാമികൾ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ചെലവഴിച്ചതും 1924 മെയ് 5 മഹാസമാധിയായതും പന്മനയിലാണ്. സ്വാമികളുടെ മഹാസമാധി മണ്ഡപവും അതിനോടനുബന്ധിച്ചുള്ള ആശ്രമ സമുച്ചയവും സ്വാമികളുടെ ഓർമ്മയ്ക്കായി കുമ്പളത്ത് ശങ്കുപിള്ള നിർമ്മിച്ച് പരിപാലിച്ചു പോന്നു. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലും വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സാമൂഹിക മുന്നേറ്റങ്ങളിലും സജീവമായി പങ്കെടുത്തു. താങ്ക് യു ഫോർ വാച്ചിങ്.